മായമ്മയുടെ നാളെന്താ? രേവതി. ആഹാ, രേവതി എന്ന് പറയുമ്പോ ശുക്രൻ തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ. അറിയില്ല. തുടങ്ങി. ഇനി നല്ല ഫലങ്ങൾ ഉണ്ടാവണം, കൂടെ നിൽക്കുന്നവർക്ക് വേണ്ടി ഗുണങ്ങൾ കിട്ടണം. എന്റെ ഇളയ മോളുടെ നാളും രേവതിയാ. മാഷിക്ക് എത്ര കുട്ടികളാ? എനിക്ക് 2 പെൺകുട്ടികളാ. അതില് മൂത്തത് അത് ഓർക്കാൻ പറ്റില്ല. ഒരു പനിന്ന് കേട്ടിട്ടാ ഇവിടുന്ന് വീട്ടിലേക്ക് പോയത്. രാത്രി വന്ന് കയറുമ്പം ഇറക്കി കിടത്തിയിരിക്കുക തറയില്. കുളിപ്പിച്ച് കുറിയും തൊട്ട്. മഞ്ഞപ്പിത്തായിരുന്നു, അറിഞ്ഞില്ല. ആ, സഹിക്കുക. എല്ലാം ജീവിതത്തിന്റെ ഭാഗമാണെന്ന് സമാധാനിക്കുക, അല്ലാണ്ടെന്താ. എനിക്ക് നാളെ ഇലക്ട്രിസിറ്റി ഓഫീസിൽ ഒന്ന് പോകണം. ഡാം സൈറ്റ് വരെ കറണ്ട് എത്തിയിട്ടുണ്ട്. ഒന്ന് ആഞ്ഞു വിളിച്ചാൽ നമുക്കും വിളിച്ചായി. എന്ന് വെച്ചാൽ ഊണ് സമയം കഴിഞ്ഞേ ചിലപ്പോൾ തിരിച്ചെത്തുള്ളൂ എന്നർത്ഥം. അപ്പോ വിളമ്പിന്റെ കാര്യങ്ങൾ മാത്രമല്ല, കൗണ്ടറിലെ കാര്യവും കാശിന്റെ കാര്യവും കൂടെ മായമ്മ നോക്കേണ്ടി വരും. അയ്യോ, എനിക്കിതൊന്നും ഇത്ര ശീലമില്ല. ശീലം ഉണ്ടായിട്ടാ ഇയാള് മണിമണി പോലെ ഓടി കിടന്നിങ്ങനെ വിളമ്പത്. 2 2 എത്രയാ? 4 4 4 8 എന്ന് 2 16 16 8 പോയാൽ 8 8 6 പോയാൽ 2. കഴിഞ്ഞു. ഇന്റർവ്യൂ കഴിഞ്ഞു. പിടി, താക്കോല് പിടിക്കേ. എന്താ? താക്കോല് പിടിക്കാൻ. കഞ്ചാവുണ്ട്, തള്ളക്ക് തരട്ടെ. ഓടവിടുന്ന് നിന്റെ അമ്മയ്ക്ക് കൊണ്ടു കൊടുക്കണ. അമ്മയാ പറഞ്ഞ തള്ളക്ക് തരാൻ. എടാ നിന്റെ മറ്റോട് കൊണ്ടു കൊടുക്കണ ചവിപ്പോടാ. പറ്റെഴുതുന്നേ. ഒരു ഊണ്. ഇന്നലത്തെ ബാക്കിയും കൂടെ എടുത്തിട്ടുണ്ടേ. മുരുക, എടി മോളെ, വന്ന സമയത്തിനുള്ളിൽ ആ മാസയുടെ ചാവി നിന്റെ അരക്കെട്ടിലാക്കിയില്ലേ? സമ്മതിച്ചു. എടി മോളൊന്ന് ഒരു കാര്യം ചോദിച്ചിട്ട്. എടി ഒന്നവിടെ നിക്കേ. ഒന്ന് നിക്കടി പെൺകുട്ടി, ചോദിച്ചോട്ടെ നിന്നോട്. ഇച്ചിരി നേരം നിക്കടി പെണ്ണെ. എടി ഒന്ന് നിക്കടി അവിടെ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടേന്ന്. ഇവിടെ ആർക്കാ മെഴുക്കുവരട്ടി? വെട്ടി വിഴുങ്ങടാ, നീ വെട്ടി വിഴുങ്ങ. നോക്കടി. വരുന്നൂന്ന്. ഇത്തിരി പുളിശ്ശേരി അച്ചാറും. പുളിശ്ശേരി. ഇവിടെ പുളിശ്ശേരി വിളമ്പ്. മാങ്ങാക്കറി ഇവിടെ വെച്ചിട്ട് നീ ഞാൻ പിടിച്ചോളാടി. അമ്പടി കേമി. ഒരു കാര്യം ചോദിക്കാനായിട്ട് പറഞ്ഞിട്ട് അവിടെ സമ്മതിച്ചില്ല. എന്ത് ചവിയാണിത്? എടി നീ എന്നെ തള്ളി മാറ്റിട്ട് പോണത് ഞാനൊന്ന് കാണട്ടെ. എന്താണ് നീ മനുഷ്യനെ കാണാത്ത പോലെ? ഈ ഒന്ന് മിണ്ടാണ്ടിരിക്കണ്ടോ? ഞാൻ ഇവരെയൊക്കെ പറഞ്ഞു അയച്ചിട്ട് വരാം. അങ്ങോട്ട് മാറുന്നുള്ളൂ. ഞാനൊന്നും മിണ്ടുന്നില്ലേ മുരുക. ഒരു പഴം ഇങ്ങട് പോന്നോട്ടെ. ചങ്ക് പൊട്ട വെച്ചിട്ട് മയ്യ. ആരാ രസം ചോദിച്ചത്? ഇവിടെ. ഇവിടെ അല്ലേ? എടി മോളെ, ഒരു 5 രൂപ തന്നെ. അതിന്ന് ഒരു 5 രൂപ തരാനേ. അയ്യോ, ഞാൻ തരില്ല. അതെന്താ? തരാൻ പാടില്ല. അത്ര തന്നെ. ഇത്ര പൊള്ളാനായിട്ട് അത് നിന്റെ കാശൊന്നല്ലല്ലോ. അതുകൊണ്ട് തന്നെയാ. ഇതേ മാഷിക്ക് കണക്കേൽപ്പിക്കാനുള്ളതാ. എനിക്കിത് വേണടി. തെണ്ടി തിരിഞ്ഞു നടന്ന നിന്നെ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചേനെ. എനിക്കിതന്നെ വേണം. ഓരും വിട്ടോളെ. മനസ്സിലാവുണ്ടീ? ഇവിടെ നടക്കണ കുട്ടൻസും ഒക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ പാവം ബാലഗോപാലൻ അവന്റെ പണപ്പെട്ടിയിൽ താക്കോല് നിന്റെ അരക്കെട്ടിലെത്തിയ ഹുങ്കല്ലടി നീ കാണിക്കുന്നത്. തീർത്തരാടി, ഞാനായിട്ട് തന്നെ തീർത്തരാടി. എടി, ഈ തള്ളക്ക് ഇത് നാട്ടില് പാട്ടാക്കാനേ 1/2 സെക്കൻഡ് മതിയിടി പെണ്ണെ. 1/2 സെക്കൻഡ്. നിന്നൊരു പാഠം പഠിപ്പിച്ചില്ലെങ്കിലേ ഈ തള്ളയുണ്ടല്ലോ. എന്താ
എന്നോട് ഒരു 5 രൂപ ചോദിച്ചു. ഞാനത് കൊടുക്കാത്തോണ്ടാ. ദിവസം വന്ന് ഞഞ്ഞ അടിച്ചോണ്ട് പോകണ്ടല്ലോ, പിന്നെന്തിനാ കാശ്? കുഴിച്ചിടാൻ, എന്നിട്ട് മുളച്ചു വരുമ്പോഴേ ദേ ഇങ്ങനെ ഇങ്ങനെ പറിച്ചെടുക്കാൻ. എന്നാലേ കുഴിച്ചിട്ടാ മുളയ്ക്കുന്ന കാശൊന്നും ഇവിടെ ഇല്ല. നല്ലോണം അധ്വാനിച്ചുണ്ടാക്കുന്ന കാശേ ഉള്ളൂ. അധ്വാനിച്ചുണ്ടാക്കണ കാശേ നാട്ടുകാർക്ക് ഒക്കെ അറിയണം നിന്റെ അധ്വാനം. തള്ളെ മിണ്ടാൻ വേണം. മിണ്ടാൻ തന്നെയാണ് പോണത്. ചായ കച്ചവടം മാത്രല്ല ഇവിടെ നടക്കുന്നത്. വേണമെങ്കിൽ ഇതുപോലത്തെ 2 എണ്ണത്തിനെയും കൂടെ കൊണ്ടുതരാ. നടത്തിക്കോടാ, വെച്ച് നടത്തിക്കോടാ. അയ്യോ എന്റെ പല്ലേ, എന്റെ പല്ലേ, അയ്യോ എന്റെ പല്ലേ, അയ്യോ എന്റെ പല്ല് പോയേ, അയ്യോ എന്റെ പല്ല് പോയേ. കാണിച്ചു തരാടാ എരപ്പേ, തള്ള ആരെന്ന് അറിയിച്ചു തരാടാ നിന്നെ. എടാ കണ്ടാ തവളെ പോലെ ആണെങ്കിലും മൂർഖം പാമ്പിനെയാടാ നീ നോവിച്ചു വിട്ടേക്കണത്. അയ്യോ എന്റെ പല്ല് പോയേ, അയ്യോ എന്റെ പോയേ. വായിരിക്കുന്നത് കേട്ടാ സ്വന്തം തള്ളയായാലും തല്ലു കൊടുത്ത് പോകൂലേ? അത് കൈ വെച്ചോളൂ. കുട്ടി വിഷമിക്കൊന്നും വേണ്ട, ആ തള്ളയെന്ന് പലതും പറയും. ഊണ് കഴിച്ചോ? ഒന്ന് ശരിക്കാം. എന്തേ രക്തചന്ദ്രൻ വരട്ടിയതാ? പേടിച്ചു പോയി. അപ്പൊ പേടിയുണ്ടല്ലേ? പിന്നെ കുട്ടിത്തേവാങ്ക് പോലെ വന്നു നിന്നാ പേടിക്കാതിരിക്കോ? എന്താ? ഓ, അപ്പൊ എന്നെ കണ്ട കുട്ടിത്തേവാങ്ക് മാതിരിയല്ലേ? അല്ല, അങ്ങനെയല്ല, വെറുതെ ചുമ്മാ പറഞ്ഞതാ. ഒന്നുമല്ല. അപ്പോഴേക്കും പിടങ്ങിയോ? ആ, പിണങ്ങി. ഒന്ന് നിക്കുവോ? എന്തൊരു ശേലമായെന്ന് കാണാൻ. മുഖം ഇപ്പൊ കണ്ട സ്വർണം പോലെ. ഞാനൊന്ന് തൊട്ടോട്ടെ.
ഏയ്